എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സാംസങ് ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ PCB ആണ്. നോ പവർ ഇഷ്യൂ ആയിട്ടാണ് നമുക്ക് ഈ ഒരു PCB വന്നിട്ടുള്ളത്. നമ്മുടെ ടെക്നീഷ്യൻ പറഞ്ഞത് ഇത് കത്തി ഇതിനകത്തുനിന്ന് സൗണ്ടും പുകയൊക്കെ വന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇത് വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്ത് പറ്റിയെന്നും ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇത് 2 സെക്ഷനായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. മറ്റ് പഴയ നേരത്തെയുള്ള ബോർഡുകളിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 PCB ആയിട്ടാണ് ഇത് വന്നിട്ടുണ്ടാവുക. ഒന്ന് ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു PCB ഉണ്ടാവും, ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു PCB ഉണ്ടാവും. ഇത് 2 സെക്ഷനും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു സിംഗിൾ PCB ആണ്. ഇത് നമ്മുടെ മെയിൻ ഫ്രിഡ്ജ് അല്ലെങ്കിൽ സിസ്റ്റം കൺട്രോളർ വരുന്നത് ഇവിടെയാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. ഇവിടെ IPM കൺട്രോളർ ICയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലോട്ടാണ് വരുന്നത്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തതിൽ നമുക്ക് ഇവിടെ കുറച്ച് ഡാമേജസ് കാര്യങ്ങൾ ഫിസിക്കലായിട്ട് ഡാമേജസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഈ വേരിയാക്കും ഇത് ഗ്യാസ് ട്യൂബാണ്. ഗ്യാസ് ട്യൂബ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, വേരിയാക്ക് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫ്യൂസും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഫ്യൂസും ഓപ്പണാണ്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് പവർ സപ്ലൈയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അതോ പവറൊക്കെ ഓൺ ആവുന്നുണ്ടോ, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഈ വേരിയാക്ക് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലോ ഗ്യാസ് ട്യൂബ് പൊട്ടിത്തെറിച്ചു. ആദ്യം ഇത് 3 നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. ഇവിടെ നമ്മുടെ മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഫ്യൂസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഫ്യൂസ് ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു 3 കമ്പോണൻറ്റുകൾ ഇതിനകത്തുനിന്ന് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, ഫ്യൂസ് അലക്കിയിട്ടുണ്ട്. ഗ്യാസ് ട്യൂബ് പൊട്ടിയത് ഇളക്കിയിട്ടുണ്ട്. വേരിയൊക്കെ പൊട്ടിയതും ഇളക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡാമേജ് വന്ന 3 കമ്പോണൻറ്റ് ഇതിനകത്തുനിന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്യാസ് ട്യൂബ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്യണം. ഗ്യാസ് ചേമ്പർ വെച്ചു, വേരിയാക്ക്, പിന്നെ ഇതിൻ്റെ ഫ്യൂസ്. ഓക്കെ, അപ്പോൾ ആ സെയിം സാധനങ്ങൾ തന്നെ പോയിട്ടുള്ള സെയിം 3 സാധനങ്ങൾ തന്നെ ഇതിനകത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോൾഡ് ടെസ്റ്റിങ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന്. ആദ്യം തന്നെ നമ്മുടെ IPM ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. IPM-ൻ്റെ ലോസ് UVW
UVW ഷോർട്ടിംഗ് ഒന്നും തന്നെയില്ല. ഇനി വരുന്നത് ഇതിൻ്റെ സ്വിച്ചിങ് IC. നമ്മുടെ ഈ ഒരു സ്വിച്ചിങ് ICയിൽ എന്തെങ്കിലും ഷോർട്ടിംഗ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി വരുന്നത് നമ്മുടെ റെക്ടിഫിക്കേഷൻ ഡയോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൈ വോൾട്ടേജ് ഷോർട്ടിംഗ് ആവാൻ സാധ്യതയുള്ള എല്ലാ കമ്പോണൻറ്റുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും ഷോർട്ടിംഗ് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കാതെ ഒന്ന് സീരിയലിൽ കൊടുത്തിട്ട് ഇതിനകത്ത് വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, നമുക്കിവിടെ 2 LED ഇൻഡിക്കേഷൻ ഉണ്ട്. ഈ 2 LED ഇൻഡിക്കേഷൻ കത്തുന്നുണ്ടോ എന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുന്നത് ഈ 2 പോർട്ടിനാണ്. ഇവിടെ നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സീരിയൽ കൊടുത്തതൊന്ന് ഓൺ ചെയ്യണം. സീരിയലിൽ കൊടുത്തിട്ടുണ്ട്, ഓൺ ചെയ്യണം. ഓൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഈ 2 LED കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് സെൻസറും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് ഈ LED ഈ രീതിക്ക് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ IPM സൈഡിലുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 15 വോൾട്ട് ഉണ്ട്, 5 വോൾട്ടും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ട്, 12 വോൾട്ടും വരുന്നുണ്ട്. റിലേ ഇതിനകത്ത് ഒരു റിലേ ഉണ്ട്. ആ റിലേ വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ട് വരുന്നുണ്ട്, 5 വോൾട്ടേജ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിന് ഈ ഒരു ഹൈ വോൾട്ടേജ് വന്നിട്ട് പ്രൊട്ടക്ഷനിലോട്ട് പോയതാണ്. അത് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കമ്പോണൻറ്റുകളാണ് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഗ്യാസ് ചേമ്പർ, ഈ വേരിയാക്ക്, ഇതെല്ലാം വന്നിരിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന വോൾട്ടേജ് ഫ്ലക്ച്വേഷനാണ് അതിന് കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പ്രശ്നമായിട്ടുള്ളൂ. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ ഇതിനില്ല. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്ത് അതിൻ്റെ വർക്കിങ്ങും കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ബോർഡ് നോർമലി ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.